ഇനി രാജ്യസഭയിലും നടൻ വിജയിയുടെ ടിവികെയുടെ ശബ്ദം ഉയർന്നേക്കും. എന്നാൽ എൻഡിഎക്ക് ഒരു സീറ്റ് കുറയും, കോൺഗ്രസിന് ഒരു സീറ്റ് കൂടും. ഒഴിവ് വരുന്ന 26 സീറ്റുകളിലേക്ക് നടക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിലാണ് ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎക്ക് ഒരു സീറ്റ് കുറയുന്നത്. നിയമസഭകളിലെ അംഗസംഖ്യ വെച്ച് കോൺഗ്രസിന് ഒരു സീറ്റ് കൂടാനാണ് സാധ്യത. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി വിജയ് നേതൃത്വം നൽകുന്ന ടിവികെ പ്രതിനിധി രാജ്യസഭയിൽ എത്തിയേക്കുമെന്നാണ് കരുതുന്നത്. ജൂൺ 18-നാണ് ഒഴിവ് വരുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള മത്സരം. ജൂൺ 21-നും ജൂലൈ 19-നും ഒഴിവ് വരുന്ന സീറ്റുകളിലേക്കാണ് മത്സരം. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ് വിജയ് സിംഗ്, കേന്ദ്രമന്ത്രിമാരായ രൺവീർ സിംഗ്, ജോർജ് കുര്യൻ എന്നിവരാണ് കാലാവധി പൂർത്തിയാക്കുന്ന പ്രമുഖർ. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 സീറ്റുകൾ വീതവും മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ 3 വീതവും ജാർഖണ്ഡിൽ 2 സീറ്റുകളിലുമാണ് തിരഞ്ഞെടുപ്പ്. മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടക്കും. ഇതിനു പുറമെ മഹാരാഷ്ട്ര, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഓരോ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പും ഇതേ ദിവസം തന്നെ നടക്കും. തിരഞ്ഞെടുപ്പ് നടക്കുന്ന 26 സീറ്റുകളിൽ 18 എൻഡിഎയുടെയും 4 കോൺഗ്രസിന്റെയും കൈവശമാണ്. YSR കോൺഗ്രസിന് 3-ഉം JMMന് 1 സീറ്റുമുണ്ട്. പുതിയ കണക്കുകൾ പ്രകാരം എൻഡിഎയുടെ സീറ്റ് 17ആയി കുറഞ്ഞേക്കും. കോൺഗ്രസിന് തങ്ങളുടെ സീറ്റ് നില 5ആയി ഉയർത്തിയേക്കാം. ജാർഖണ്ഡ് മുക്തി മോർച്ച 2 സീറ്റുകൾ നേടിയേക്കും. AIADMK നേതാവ് CV ഷൺമുഖൻ സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് തമിഴ്നാട്ടിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിയമസഭയിലെ നിലവിലെ വോട്ട് കണക്കുകൾ പ്രകാരം ഈ സീറ്റ് വിജയിയുടെ TVK നേടാനാണ് സാധ്യത.